ഇവിടെ ഫാസിസ്റ്റുകൾ കൊണ്ടുവരുന്ന ഓരോന്നും പൊളിഞ്ഞടുങ്ങുമ്പോഴും ഒരു ന്യൂനപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ സുഹൃത്തുക്കൾ അവർ പലപ്പോഴും ഇപ്പോഴും എന്തോ ഒരു വലിയ കാര്യം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഇത് കയ്യിൽ നിന്ന് പോയാൽ ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഈ അവരുടെ അരയിൽ ഒളിപ്പിച്ച കത്തി പിച്ചാത്തി വയറ്റത്ത് കയറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അപ്പോൾ കന്യാസ്ത്രീ വിഷയത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, കന്യാസ്ത്രീകൾ അവർ സ്വതന്ത്രരാകട്ടെ, നമ്മുടെ ഭരണഘടനയുടെ ആ ഒരു വിലാസവും ആ ഒരു വിശുദ്ധിയും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മൂവ് ചെയ്യാൻ അവരുടെ ആശയപരമായ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അത് എന്ത് ചെയ്യണം, അതിശക്തമായി അവർക്ക് പറയാനുള്ളൊരു ഇടം ഇവിടെ കിട്ടണം എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ഇത് ഒരു 2 പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ആവുമ്പോൾ പ്രധാനമന്ത്രിയാണ് വിളിച്ചാൽ പാഞ്ഞ് എന്ന് ഒക്കെ കൂടെ ഒന്ന് സെറ്റിലാക്കി ഇവിടെ കേരളം പോലുള്ളൊരു നാട്ടിൽ ഫാഷിസ്റ്റുകൾക്ക് വഴിയൊരുക്കുന്ന പരിപാടികളിൽ നിന്ന് നമ്മൾ 100% മാറണമെന്ന പാഠത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കോട്ടയത്തും നമ്മുടെ പാലയിലും നമ്മുടെ പെരിന്തൽമണ്ണയിലും നമ്മുടെ മണ്ണാർക്കാടൊക്കെ നാളെ ഇതാണ് കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമല്ല. അത് അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ ചരിത്രവും പരിശോധിച്ചാൽ ആ ക്ലാരിറ്റി നമുക്ക് കിട്ടുമെന്നാണ് പറയാൻ തോന്നുന്നത്.